അങ്ങനെ ഇന്ന് നമ്മുടെ തോപ്പിൽ നിന്ന് ക്ഷീരസുന്ദരികളെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങിയതാണ്. കൂടാതെ ചുച്ചുപൂച്ചയുടെ കൂട്ടുകാരനും ഉണ്ട്, കുഞ്ഞാപ്പൂ. അങ്ങനെ പൂക്കളൊക്കെ എന്നെ മിഴിച്ചു നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. കൊള്ളാവോ? എന്നാൽ പിന്നെ നമുക്ക് ചീരയും മുറിച്ചെടുത്തോണ്ട് അകത്ത് പോയി കറി വെക്കാം കേട്ടോ. നല്ല ചുവന്ന് തുടുത്ത ചീരയാണ്. വെണ്ടയ്ക്ക അതാ വിത്തുകൾക്ക് വേണ്ടി ഇട്ടേക്കുകയാണ്. ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്ത പ്രാവശ്യം നമുക്ക് വിത്ത് വിതയ്ക്കാൻ. ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അകത്ത് പോകാം, വാ. ഇവനാണ് എന്നെ തലങ്ങും വിലങ്ങും വിടില്ല എന്നും പറഞ്ഞ് ഇവിടെ തന്നെ കറങ്ങി തിരിയണം ഇവന്. ഇപ്പം മീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബിസ്ക്കറ്റൊന്നും വേണ്ട, മീൻ മാത്രം മതി. തലങ്ങും വിലങ്ങും വന്ന് പോവല്ലേ, നമുക്കിവിടെ കളിക്കാം, നമുക്കിവിടെ നിൽക്കാം. അവൻ ഇവിടെ വട്ടം ചുറ്റുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ വിളച്ചിൽ കണ്ടില്ലേ? ഇതാണ് ഇവൻ്റെ പരിപാടി, തലങ്ങും വിലങ്ങും ചാടുക. എടാ നമുക്ക് കറി വെക്കാവിടാന്നും പറഞ്ഞിട്ട് വരുമ്പോൾ മാറി തന്നു. പിന്നെ ഇതാ നമ്മുടെ ഹൗക്കിൻസിൻ്റെ പുതിയ സെറ്റാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെച്ച് ഇതോടുകൂടി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാം. അവരുടെ അഡ്വർടൈസ്മെൻറ്റും അതുതന്നെയാണ്, കുക്ക് ആൻഡ് സെർവ്. അതെ, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിരിക്കുന്നത് കണ്ടല്ലോ. നമ്മുടെ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത്, പച്ചമുളക്, തേങ്ങ ചിരവിയത്, ചീര അരിഞ്ഞത്. അപ്പം നമുക്ക് ചെറിയ ഉള്ളി ഇതാ കടുക് പൊട്ടിച്ചതിന് ശേഷം വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിലാണ്. പച്ചമുളക് ഇട്ടു. എരിവ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പിട്ടു സ്വല്പം മുരിഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ചീര ഇട്ടു. ചീരയുടെ തണ്ടില്ലേ, ആദ്യം അത് ഇടണം കേട്ടോ. തണ്ട് ആദ്യം സ്വല്പം ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം മാത്രം ചീരയിൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി വയ്ക്കുക. മുളക് പൊടി വേണ്ടിയവർക്ക് മാത്രം ഇട്ടാൽ മതി. പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം മതി. അപ്പോൾ സെറ്റ്. നമുക്ക് അടച്ച് വെച്ചേക്കാം, കുറച്ച് നേരത്തേക്കൊന്ന് വേകട്ടെ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ചീരയെ കഴുകിയെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നല്ല വെള്ളമുണ്ട്. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ വലിച്ചു നീട്ടിയാണ് സംസാരിക്കുന്നത്. വെന്തതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങ ചിരവിയിടുക. ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും കാലിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മുടെ ചുച്ചുപൂച്ചയുടെ കൂട്ടുകാരൻ കിടന്ന് മാന്തി പറിക്കുന്നുണ്ട്. മതിയടി കുക്ക് ചെയ്തതെന്നും പറഞ്ഞ്. ഇതെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാൻ പോകാൻ. അടുത്ത പണി തുടങ്ങി കേട്ടോ. ഇതെന്നാണെന്നറിയാവോ? ഉണക്ക ചെമ്മീനാണേ. ചെമ്മീനൊന്ന് പാനിൻ്റെ അകത്തുനിന്ന് ചൂടാക്കി എടുത്തു. പിന്നെ എണ്ണയ്ക്കകത്തേക്ക് ദാ ഇങ്ങനെ എടുത്തിട്ടു. ചെറിയ ഉള്ളി ചതച്ചത് എടുത്തു. അതും ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കിയിട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രം മതി. ദാ കണ്ടില്ലേ, ഡ്രൈ ഫ്രൈ റെഡി. അപ്പം നമുക്ക് ചോറിനും വാ. ചെമ്മീനും ചീരത്തോരനും പിന്നെ സ്വല്പം അച്ചാറും. നമുക്കൊന്ന് യാത്ര പോയിട്ട് വന്നാലോ? ചുറ്റിയടിക്കാം, വാ. ചുറ്റിയടിച്ച് പോകുന്നത് അടവി എക്കോ ടൂറിസത്തിൻ്റെ അകത്തേക്കാണ്. ആനക്കൂട്ടങ്ങളെ കണ്ടു. കോന്നിയാണ് സ്ഥലം, ഫോറസ്റ്റ് ഏരിയ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 7-8 ആനകളെ ഒരുമിച്ച് കാണാം. കണ്ടില്ലേ? ഐസ്ക്രീം തിന്നാനുള്ള വിളച്ചിലാണ്. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ഒറ്റ ഇരിപ്പിനത് തീർക്കും. 1-2 അല്ല കേട്ടോ, കുറേ ഉണ്ട്. കയ്യിലിരിക്കുന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. കൂടുതൽ സൗഹൃദം പാടില്ല ഇവരോടൊന്നും. അപ്പം നമുക്കൊന്ന് വെള്ളത്തിൽ വട്ടം കറങ്ങാം. പുറത്തെ കറക്കം കഴിഞ്ഞ് വെള്ളത്തിലായി ഇപ്പോൾ കറക്കം. കണ്ടോ? കോന്നി ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇത് കൊട്ട കൊണ്ട് നെയ്തുണ്ടാക്കിയ വള്ളമാണ്. വള്ളമാണോ ചങ്ങാടമാണോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. നല്ല രസമാണ് ഇവിടെ, സമയം പോയത് അറിയേയില്ല. പിന്നെ തിരിച്ചതേ പിറ്റേ ദിവസം വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ പിന്നെയും പറമ്പിലേക്ക് ഇറങ്ങി. മഴയെത്തുന്നതിന് മുമ്പ് അപ്പോഴാണ് ഒരു പേര് ഓർമ്മ വന്നത്, സിനിമ പേര്, മഴയെത്തും മുൻപേ. അങ്ങനൊരു പേരുണ്ടോ? പിന്നെ അതേ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടേ. കുറച്ച് നേരം കളിയും ചിരിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി ചേമ്പിൻ്റെ ചൂടെല്ലാം കിളച്ച് പെറുക്കി, ഉള്ളതൊക്കെ പെറുക്കി എടുത്തു. ഈ പ്രാവശ്യത്തെ മഴ കാരണം ചേമ്പിൻ്റെ വിത്തുകൾ കുറവാണ്. പച്ചമുളകും തക്കാളിയും ഒക്കെ സ്വല്പം സ്വല്പം പറിച്ചെടുത്ത് നമുക്ക് അടുത്ത പണിക്ക് ഇറങ്ങാം. ഇതൊക്കെ തന്നെ പണി. കണ്ടില്ലേ, ഞാൻ വലുതാവണോ വേണ്ടയോ എന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് ചേമ്പിൻ്റെ വിത്ത്. കുറച്ച് കിട്ടി, ഇന്ന് ഇത് കൊണ്ടുപോയി പുഴുങ്ങണം. ചില ചേമ്പ് വിത്തുകൾ ഇങ്ങനെ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങും ചാടുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പെറുക്കി കിടപ്പുണ്ടെന്ന്. എവിടെ ചെറിയ വിത്തുണ്ടെങ്കിൽ അത് മുളച്ചു വരും. അപ്പം നമുക്കിന്ന് ഇത് കൊണ്ടുപോയി പുഴുങ്ങി നമുക്ക് കാന്താരി ചമ്മന്തിയും കൂട്ടി. ഇന്നൊരു സ്പെഷ്യലുണ്ട് കേട്ടോ. കാന്താരി ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, അമ്പഴങ്ങ ചമ്മന്തി എന്ന് പറയാം. ശംഖുപുഷ്പമാണത്. അതിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിലേക്ക് ആ ശംഖുപുഷ്പം പറിച്ചെടുത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു നേരം കുടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. അപ്പം തൊലിയൊക്കെ ചെത്തിയതാ കണ്ടില്ലേ. കാന്താരിമുളകും അമ്പഴങ്ങയും എടുത്ത് ഞാൻ റെഡിയായി. നമ്മുടെ ചീമച്ചേമ്പ് തിളച്ച് വെന്തു. കണ്ടില്ലേ, ചെറിയ ഉള്ളി, അമ്പഴങ്ങ ചെത്തിയതും കാന്താരിമുളകും ഉപ്പും. അത് കുരുവാണ്, അത് മാറ്റിക്കളയണേ, അതും കൂടെ തിന്നല്ലേ. അപ്പം ഇന്നത്തെ സ്പെഷ്യലാണിത്. ഇത് കഴിച്ചാൽ മതി, എന്താ ടേസ്റ്റ് എന്നറിയാവോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വായോ കഴിക്കാൻ. അടുത്ത പണി ഇതിനിട്ടാ. കുറച്ച് വെണ്ടയ്ക്ക മൂത്തതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വിത്തിനിട്ടേക്കുക, അത് ഉണക്കാനിട്ടേക്കുക. അപ്പം നമ്മുടെ മഴയും പെയ്തു. ഇന്ന് പുതുമഴ